സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. നാരീശക്തി വന്ദൻ അധിനിയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജന ദേവിയാണ്. ചർച്ചയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നാരീശക്തി വന്ദൻ അധിനിയമിന്റെ നാൾ വഴികളോടൊപ്പം ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിലെ ആദ്യത്തെ ബില്ലായിട്ട് ഈ നാരീശക്തി അധിനിയം അവതരിപ്പിക്കപ്പെട്ടത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ വനിതാ സംവരണ ബിൽ 128 ഭേദഗതിയായി ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ബില്ലിൽ ഒപ്പുവെച്ചു. ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ടല്ല യഥാർത്ഥത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. 1996 ദേവഗൌഡ സർക്കാർ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് ഗീതാ മുഖർജി അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അത് റെഫർ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 11ാം ലോക്സഭയുടെ കാലാവധി അവസാനിച്ചപ്പോൾ ബില്ല് കാലഹരണപ്പെട്ടു. പിന്നീട് 1999 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ബില്ല് വീണ്ടും അവതരിപ്പിച്ചു. 2002 രണ്ടാം തവണയും ബിൽ പാസാക്കാനുള്ള വാജ്പേയിയുടെ ശ്രമം പരാജയപ്പെട്ടു. 2008 മെയ് 6 മൻമോഹൻ സിംഗ് സർക്കാർ രാജ്യസഭയിൽ ബില്ല് വീണ്ടും അവതരിപ്പിച്ചു. അവിടെ രാജ്യസഭയിൽ പാസ്സായെങ്കിലും ലോക്സഭയിൽ പാസ്സാക്കാൻ ആ തവണയും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് 2023 സെപ്റ്റംബറിൽ ശ്രീ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേന്ദ്ര ക്യാബിനറ്റ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകിയതും സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ ബില്ലായിട്ട് ലോക്സഭയിലേക്ക് കൊണ്ടുവരികയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തത്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുവർണാലിഖിതമായ ദിനമായിട്ട് നമുക്ക് ഈ സെപ്റ്റംബർ 19 എന്ന ദിവസത്തിനെ കണക്കാക്കാൻ പറ്റും. നാൾ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 വർഷത്തോളം ഉള്ള ഒരു പഴക്കമുണ്ട്. അപ്പം അത്രയും കാലത്തെ ആ ഒരു ഇൻഫ്ലുവൻസും ആ ബില്ലിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം, അല്ലേ? ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരു ബില്ലാണ്. കാരണം സംവരണത്തിനുള്ളിൽ സംവരണം വേണം, അതെങ്ങനെ ആയിരിക്കണം, ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നിരവധി ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെയുള്ള ഒന്ന്. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 30 വർഷത്തിന്റെ ഒരു ചരിത്രം ഈ ബില്ലിന് പറയാനുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വളരെ ഒരു പങ്കാളിത്തം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഉദ്ദേശം. അപ്പം ആ ഒരു ഉദ്ദേശം നടപ്പിലെടുക്കുക എന്ന വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി ഇത് നിയമമാക്കി മാറ്റിയത്. അപ്പോൾ വളരെ ചർച്ചകൾക്കൊടുവിൽ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു ബില്ലാണിത്, അല്ലെങ്കിൽ ഒരു നിയമമാണിത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പണ്ടുകാലം മുതലേ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ലിംഗസമത്വം അഥവാ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളൊരു പദം. ഈ ലിംഗസമത്വം സംബന്ധിച്ച കാഴ്ചപ്പാടുകളോട് ഈ നിയമം എത്രത്തോളം നമുക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ഒന്നാണ് നമ്മളെ സ്ത്രീ പുരുഷ യാതൊരു തരത്തിലുള്ള ഭേദഭാവങ്ങളും കൂടാതെ ഇന്ത്യയുടെ പൗരനെ കാണണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും വീക്കർ സെക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പദവി കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുമുണ്ട്. പക്ഷേ അതൊക്കെ നടപ്പിലാക്കുമ്പോഴും 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് വരെ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലുള്ള ഈ പറഞ്ഞ ലിംഗാനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിനെ കുറിച്ചുള്ള കണക്കുകൾ എടുക്കുമ്പോൾ നമുക്കറിയാം വളരെ തുച്ഛമാണ്. ജനാധിപത്യത്തിൽ വിജയിച്ച് കയറി വരാൻ സ്ത്രീകൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ വളരെ കുറവാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പലപ്പോഴും സ്ത്രീകൾക്ക് സീറ്റുകൾ കൊടുക്കുമ്പോൾ പോലും വിജയസാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് അവരെ പരിഗണിക്കുന്നതെന്ന് പലരും പലതവണയും പരാതി പറഞ്ഞിട്ടുണ്ട്. വിജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ സ്ത്രീകളെ പരിഗണിക്കുന്നു എന്നുള്ളതൊരു പരാതിയാണ്, എന്നുമുള്ള പരാതിയാണ്. അപ്പോൾ ആ പരാതികൾക്കൊക്കെ അപ്പുറം നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്നും വളരെ കുറവാണ്. അപ്പം ലിംഗസമത്വം നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു മൗലിക അവകാശമാണ്. അത്രയും വലിയ അവകാശം നമുക്കുണ്ടായിട്ടും അതിനെ എന്തുകൊണ്ട് ക്രിയാത്മകമായിട്ട് നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അങ്ങേയറ്റം പരിഹാരം കൊണ്ടുവരാൻ എന്നുള്ള ഉദ്ദേശം കൂടി ആയിരിക്കാം. പാർലമെന്റ്, നിയമസഭകൾ എന്നിവിടങ്ങളിൽ 3-1 സംവരണം വന്നപ്പോൾ സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടിന് അതിനൊരു ശക്തി പകർന്നിട്ടില്ല, ഒരു ആക്കം കൂട്ടിയിട്ടില്ലേ? അതിന് ഉറപ്പായും തീർച്ചയായും അതിനാക്കം കൂട്ടിയിട്ടുണ്ട്. കാരണം സ്ത്രീ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീ എപ്പോഴും ശക്തിയാണ്. കാരണം ലോകത്തൊരാളും ചിന്തിക്കാത്ത രീതിയിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്ത്രീകളെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിവുള്ള, അത് ആ കഴിവ്, അതിനുള്ള
കഴിവുള്ള വ്യക്തിത്വമാണ് സ്ത്രീ എന്ന് പറയുമ്പോഴും അങ്ങനെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്കുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ അവസരങ്ങൾ കിട്ടുമ്പോൾ, അവസരം കിട്ടിയപ്പോൾ എവിടെയാണ് സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിക്കാത്തത്? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സംവരണം അത് കൊണ്ടുവന്നു. ആ സംവരണം കൊണ്ടുവന്നപ്പോൾ ആദ്യകാലത്തുള്ള വലിയ പരാതിയായിരുന്നു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുരുഷന്മാരാണ് പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത്, അല്ലെങ്കിൽ ഭരണയന്ത്രം തിരിക്കുന്നത് അവരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതായിരുന്നോ വാസ്തവം? എത്രയോ സ്ത്രീകളാണ് തങ്ങളുടെ കഴിവ് തെളിയിച്ച് പഞ്ചായത്തിന്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നതിന്റെ അവാർഡ് അർഹമായത് കല്ലിയൂർ പഞ്ചായത്തായിരുന്നു. ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു വനിതയായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് വരാൻ പോലും നമുക്ക് സാധിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുമ്പോൾ അവസരം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കഴിവില്ലായ്മയല്ല പലപ്പോഴും സ്ത്രീകളെ പുറകിലോട്ട് നിർത്തുന്നത്, കഴിവുണ്ട്. പക്ഷേ ആ കഴിവിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ ചോദ്യത്തിനകത്ത് തന്നെ സ്ത്രീ ശാക്തീകരണം ഇതിലൂടെ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. കാരണം 10% താഴെ പങ്കാളിത്തമുള്ള നിയമനിർമ്മാണ സഭകളിലേക്കാണ് 33% സ്ത്രീകൾ കടന്നു വരാൻ പോകുന്നത്. അത് സാധാ ജനറൽ കാറ്റഗറിയിലുള്ളവർ വേറെയുണ്ട്, അഡീഷണലായിട്ടുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് 33%-ലധികം സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന നിയമനിർമ്മാണ സഭകളാണ് വരാൻ പോകുന്നത്. തീർച്ചയായും അത് സ്ത്രീ ശാക്തീകരണത്തിന് അങ്ങേയറ്റം ഉതകുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം ഫലപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവസരത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. ആ ഒരു ലിറ്ററസി റേറ്റ് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതലാണ്. പക്ഷേ ഈ നിയമം വരുമ്പോൾ തുല്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും 1/3 സംവരണമാണ് വരുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനൊരു നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അവർക്കൊരു പുതിയ അറിവാണ്, അല്ലെങ്കിൽ പുതിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. അപ്പോൾ അവരെ അതിന് പ്രാപ്തമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പരിശീലനമോ അങ്ങനെ എന്തെങ്കിലും ഇതിലൂടെ ഈ നിയമത്തിനോടനുബന്ധിച്ച് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിനപ്പുറം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡിഗ്രികൾക്കൊക്കെ അപ്പുറം കഴിവ് തെളിയിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്നതിന് ഒരു സംശയമില്ല. പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കൊക്കെയുള്ള സ്ഥിരം ട്രെയിനിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ത്യ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നമ്മൾ പണ്ട് സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകൾ എപ്പോഴും പുറകിലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ സെൻസസ് നടന്നിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ചില പഠനങ്ങളുടെയൊക്കെ കണക്ക് സൂചിപ്പിക്കുന്നത് ആ സ്ത്രീ പുരുഷ അനുപാതത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു എന്നതാണ്. ഇപ്പം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതൊരു വലിയ മുന്നേറ്റമാണ്. ആ ഒരു സ്ലോഗൻ, അത് പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്ന് പറയുന്നതിലൂടെ അതൊരു രാജ്യം മുഴുവൻ ഏറ്റെടുത്തതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഈ സുകന്യ സമൃദ്ധി യോജന, അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും, അതായത് അതിന് ആ ഒരു പദ്ധതി അനൗൺസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്ക് നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കേണ്ടതാണ്. കാരണം പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സുകന്യ സമൃദ്ധി യോജന ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിച്ചാൽ, അതിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് സ്ത്രീകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുദ്ര യോജന അതിൽ ഏറ്റവും കൂടുതൽ വെറുതെ ലോൺ എടുക്കുകയല്ല, അതിനെ നിക്ഷേപകർ സംരംഭങ്ങളായിട്ട് മാറ്റുകയാണ്. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രസവാവധി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒന്നായിട്ട് നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. പിന്നെ വാക്സിനേഷന്, അങ്ങനെ ഇങ്ങനെ എന്ത് നോക്കിയാലും അതിൻ്റെ പ്രാഥമികമായ ഗുണഭോക്താക്കൾ സ്ത്രീകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഗുണഭോക്താക്കളാകുന്നത് വഴി അവരുടെ കഴിവിനെ ഇങ്ങനെ മിനുക്കുക എന്നൊരു പ്രക്രിയ ഈ ഭാരതത്തിൽ, ഇന്ത്യയിൽ വളരെ നിശബ്ദമായിട്ട് നടക്കുന്നുണ്ട്. കാരണം എവിടെയും ഒരു കാര്യത്തിലും സ്ത്രീകളെ പുറകോട്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് ഈ ഒരു നാരീശക്തി വന്ദന അധിനിയം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? സ്ത്രീകളുടെ സാമൂഹികമായിട്ടുള്ള പങ്കാളിത്തം, നിയമനിർമ്മാണത്തിൽ സ്ത്രീകളുടെ ശബ്ദം കൂടി ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു 2014 ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ വികസനമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ
നിങ്ങൾ ആ വികസന പ്രക്രിയയിൽ ഈ രാജ്യത്തെ 50% വരുന്ന സ്ത്രീകളെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിനെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ രാജ്യത്ത് പുരോഗതിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വികസിത ഇന്ത്യ പോലും നാരീശക്തിയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ അമൃതകാലിലേക്കുള്ള യാത്രയാണ്. 2047 ഇന്ത്യ ലോകത്തിന് മുഴുവൻ മുകളിൽ എത്തണം എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അദ്ദേഹം ആദ്യം അടിവരയിട്ട് പറഞ്ഞത് അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നാണ്. അത് തീർച്ചയായും ഈ നിയമം വിഭാവനം ചെയ്യുന്നത് സാമൂഹികമായ പങ്കാളിത്തമാണ്, രാഷ്ട്രീയമായ പങ്കാളിത്തമാണ്. പക്ഷെ അതിൽ ഒക്കെ ആ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായും മെച്ചപ്പെടുന്നത് സാമ്പത്തിക അടിത്തറ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക വിനിമയത്തിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ ഒക്കെ കണക്കെടുത്ത് നോക്കിയാൽ അത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നതാണ്. അതിലൊക്കെ സ്ത്രീകൾക്ക് പങ്കാളിത്തമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോവിഡ് കാലത്തായാലും ശരി, സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തായാലും ശരി, പിന്നെ ഒരു തരി പൊന്നു പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല, അല്ലേ? കാരണം അതൊക്കെ നമ്മുടെ ഒരു റിസർവ്. എനിക്കൊന്ന് മറ്റ് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളെയോ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതൊക്കെ ഇന്ത്യയുടെ ഒരു കരുതൽ ധനമാണ്. ഈ ഒരു സ്ത്രീയുടെ പ്രശ്നം ഒരുപക്ഷെ ഒരു സ്ത്രീക്കായിരിക്കും കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പം ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അതൊന്നും പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പല വാർത്തകളിലൂടെ അതൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു ഭരണതലത്തിൽ അല്ലെങ്കിൽ ഒരു നയരൂപീകരണ തലത്തിലേക്ക് സ്ത്രീകൾ കൂടുതലായി വരുമ്പോൾ ഇത്തരമുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കൂടുതൽ കിട്ടുകയല്ലേ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടുകയല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു നിയമത്തിനും കുറവില്ല. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും ഏറ്റവും കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം കാണാൻ സാധിക്കുന്ന എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത്രമാത്രം എഫക്റ്റീവായിട്ട് നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിനെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊന്ന്, ഇങ്ങനത്തെ അവകാശങ്ങൾ എനിക്കുണ്ട് എന്നൊരു സ്ത്രീ അറിയുക എന്നുള്ളത്, നിയമ അവബോധം അത് ഉണ്ടാവുക എന്നുള്ളത് മറ്റൊന്ന്. ആ നിയമ അവബോധം ഉണ്ടെങ്കിൽ പോലും ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് നടപ്പിലാക്കേണ്ട സ്ഥാപനങ്ങളെ സമീപിക്കുന്ന സമയത്ത് കൃത്യമായും അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ആ നിയമത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ആ നിയമം എന്താണോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ നിയമങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ഒരു നിയമത്തിനും കുറവില്ല. സ്ത്രീകൾക്കുള്ള സംരക്ഷണം, കുട്ടികൾക്കുള്ള സംരക്ഷണം, വൃദ്ധർക്കുള്ള സംരക്ഷണം, സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരെയും സംരക്ഷിക്കാനുള്ള നിയമമുണ്ട്. പക്ഷേ ആ നിയമത്തിനെ ഫലപ്രദമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ കൂടിയാണ്. അതായത് ഭാവി തലമുറയെ കെട്ടിപ്പടുക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ആ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ നിയമം എത്രത്തോളം അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറയാമോ? നമുക്കറിയാം, ഒരു സ്ത്രീ എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ കാര്യം നോക്കിയിട്ടാണ് സമൂഹത്തിൻ്റെ കാര്യം നോക്കുന്നത്. ആദ്യം പ്രഥമ പരിഗണന എപ്പോഴും കുടുംബത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ വരും തലമുറ കൂടിയാണ് എന്ന് പറയാൻ കാരണം ഇനി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ നിയമം യഥാർത്ഥത്തിൽ 15 വർഷത്തേക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 15 വർഷം കൊണ്ട് സ്വാഭാവികമായ രീതിയിൽ ഈ പറഞ്ഞ ഒരു പങ്കാളിത്തം ഈ നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ നിയമത്തിൻ്റെ ഒരു വിവക്ഷ. അങ്ങനെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങളും സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളും കൂടി പങ്കെടുപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനും കൂടി പ്രാധാന്യം ഉണ്ടാകുന്നു എന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ആ പ്രാധാന്യം കുടുംബ വ്യവസ്ഥിതിക്ക് ഒരു ആക്കം കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ശക്തി പകരുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞ എല്ലാ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിലും അത് പ്രതിഫലിക്കുന്നുണ്ടാകും. തീർച്ചയായും അത് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു വലിയ ഊർജം പകരുന്ന ഒന്നായിരിക്കും. നിങ്ങൾ കേട്ടത് സേവാ പർവിന്റെ ഭാഗമായി നാരീശക്തി വന്ദൻ അധിനിയമിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക ചർച്ച. ഏകോപനം ലെമി ജി നായർ. അവതരണം സോഫിയ ഡാനിയൽ.